ശരി, സക്രിയ ജോർജ്, ഇവിടെ നമുക്കറിയാം 44 ദിവസം മന്ത്രിപ്പട മുഴുവൻ കേരളം മുഴുവൻ സഞ്ചാരത്തിലായിരുന്നു. അവർക്ക് വിശ്രമമില്ലാതെ, ഉറക്കമില്ലാതെ, ലീവ് എടുക്കാതെ സുരക്ഷയൊരുക്കിയ പോലീസ് സംവിധാനമുണ്ട്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പോലീസിനൊന്നും ചെയ്യേണ്ടി വന്നില്ല, കൂടെ നടക്കുക മാത്രമാണ്. കാര്യങ്ങൾ ചെയ്തു വെച്ചത് SFIക്കാരും CPMകാരും ഒക്കെയാണ്, DYFIക്കാരും ഒക്കെയാണ്. അങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാരിന് ബോധ്യമുള്ള പോലീസിന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടതല്ലേ? നമുക്ക് ആദ്യമായിട്ട് ഈ നവകേരള സദസ്സിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാം. കാരണം ഇങ്ങനൊരു മീറ്റിംഗ് നടത്തി ആദ്യമേ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്, പരാതികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. കോട്ടയത്തെത്തി പാലായിൽ ചെന്നപ്പോൾ ശ്രീ തോമസ് ചാഴിക്കാടൻ എന്തോ അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ പരാതി പറഞ്ഞപ്പം അതല്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ മെസ്സേജ് തന്നു. അപ്പൊ പിന്നെ പറഞ്ഞു കേരളത്തിലെ പുത്തൻ ആശയങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരാതി നിവേദനമായി. ആ നിവേദനം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുത്തെ ഏറ്റവും തലച്ചോറുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു നവകേരളം, പുത്തൻ കേരളം, നമ്മളാരും ഒരിക്കലും സാധാരണഗതി സ്വപ്നം കാണാത്ത ഒരു കേരളം ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ യാത്രയിൽ കോടികൾ ചെലവായിട്ടുണ്ട്, പോലീസ് മാൻ പവർ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യണം സർക്കാർ. ഇതിൽ നിന്ന് കിട്ടിയ ആശയം എന്താണെന്ന് ജനത്തിന്, ഇത് ഒരു റെസ്പോൺസിബിൾ ഡെമോക്രസിയുടെ ഭാഗമാണെങ്കിൽ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിൽ കിട്ടി, ഇനി ഒരു പുത്തൻ കേരളം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മിസ്റ്റർ ഹസ്കർ പറഞ്ഞ പോലൊക്കെ ഒരു കാര്യമാണെങ്കിൽ ജനത്തിനെ ബോധ്യപ്പെടാം. ഇൻഫോംഡ് സിറ്റിസൺറി ഉണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധിപന്മാർ. അപ്പൊ തീർച്ചയായിട്ടും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും, UDF, LDF, NDO എന്നൊന്നുമല്ല, മാസ്റ്റേഴ്സ് എപ്പോഴും ജനങ്ങളാണ്. അത് ഒട്ടുമുക്കാൽ നല്ല സുപ്രീം കോടതി വിധികളിലെല്ലാം അത് പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഓഫ് ദ ഡെമോക്രസിയെ ബോധ്യപ്പെടുത്തണം. ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്തെല്ലാം ആശയമാണ് കിട്ടിയത്. അതോ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോഴേ നമുക്കറിയാം ഇവിടെ എല്ലായിടത്തും അഴിമതിയാണ്. ഏത് സർക്കാർ ഓഫീസിലാണ്? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞു, ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ 2500 രൂപയാണ് ഒരു പോലീസുകാരൻ വാങ്ങിയത്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രത്ത് വന്നപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഫ്ലോട്ടിംഗ് മിനിസ്ട്രി, ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് 100% അഴിമതിരഹിതമായ സർക്കാർ ഓഫീസാണെന്ന് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ? മൂന്നാറിലെ ഭൂമി സർക്കാരിൻ്റെ വീണ്ടെടുക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ഗവൺമെൻറ് ഓഫ് കേരള, നോ ട്രസ്പാസിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് കേരളത്തിൽ എഴുതി വെക്ക്. ഒരു ഓഫീസും നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല. ഞാൻ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആ അഴിമതി രഹിത പ്രവർത്തനത്തിനുള്ള സംഘടനയുടെ ഭാഗം കൂടാണ് ഞാൻ. നമുക്ക് എവിടെ കാണാൻ പറ്റും? എല്ലായിടത്തും അഴിമതിയാണല്ലോ. ഒരു ഓഫീസ് ഇങ്ങനൊരു യാത്ര നടത്തിയിട്ട് അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സർക്കാർ ഓഫീസിലെ അഴിമതികളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. കാരണം എങ്കിലേ ഇക്വാലിറ്റി ബിഫോർ ലോ ഉള്ളൂ. പണമുള്ളവനും പാവപ്പെട്ടവനും തമ്മിൽ, ഇടതുപക്ഷം കൂടുതലും പാവപ്പെട്ടവരുടെ സൈഡിലാണ് നിൽക്കുന്നത്. അവർക്ക് സർക്കാർ ഓഫീസിൽ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അഴിമതി തുടച്ചു മാറ്റിയേ പറ്റുള്ളൂ. അഴിമതി തുടച്ചു മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, ഒരു സംശയമില്ല. കാരണം നമുക്ക് സമത്വസുന്ദരമായ ഒരു ലോകം വേണമെങ്കിൽ അഴിമതി ഇല്ലാതാകണം. ഗാന്ധിജി പറഞ്ഞു, ഐ ഫോട്ട് ഫോർ ഫ്രീഡം, വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കറപ്ഷൻ ഈസ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് എ നേഷൻ, രാജ്യദ്രോഹ കുറ്റമാണ്. അത് നമ്മുടെ എല്ലാ ദിവസവും ഏത് സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കുന്ന ഒരു ഇടത്ത് ഇങ്ങൊരു യാത്ര നടത്തിയിട്ട് നവകേരളം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആൾക്കാരൊന്നും ഇത് വിശ്വസിക്കത്തില്ല. പിന്നെ പാർട്ടി ഓഫീസിൽ അവരുടെ കേഡർ ക്ലാസ്സിലൊക്കെ പറയാം പുത്തൻ സൂര്യൻ, പുത്തൻ വെളിച്ചം, അതുപോലെ നവകേരളം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിശ്വസിക്കും. പക്ഷെ അല്ലാതെ ബ്രെയിനി ആയിട്ടുള്ള, തലച്ചോറുള്ള, വിദ്യാസമ്പന്നരായ ഒരു കേരള ജനതയും ഈ കാര്യം വിശ്വസിക്കില്ല. നമുക്ക് തിരിച്ച് ചിന്തിക്കാം. ഗവർണൻസ് എപ്പോഴും ഗുഡ് ഗവർണൻസ് ആയിരിക്കണം. നമുക്ക് പൂർ ഗവർണൻസിൽ നിന്ന് ബെറ്റർ ഗവർണൻസിൽ നിന്നും ബെസ്റ്റ് ഗവർണൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി നല്ല കാര്യം തന്നെയാണ്. ഇവരെയൊക്കെ കണ്ടിട്ട് എവിടാണ് അഴിമതി, എവിടാണ് അക്രമം, അനീതിയുള്ള ജനങ്ങൾക്ക് എവിടാണ് സങ്കടം, ഇതെല്ലാം പരിഹരിച്ചു പോകണം. അപ്പം പിന്നെ ഇപ്പോൾ പറയുന്നു ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് മാതിരി നമ്മൾ പണ്ട് കണ്ടതാ. ADBയിൽ ഇവിടെ എത്രയോ വണ്ടി തിരുവനന്തപുരത്തിട്ട് ഓടിച്ചിട്ട് കത്തിക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്യും. ഇത് നേതാക്കന്മാർ വളരെ ബുദ്ധിപൂർവ്വം പുറമോട്ട് മാറി നിന്നിട്ട് പാവപ്പെട്ട അണികളെ കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അവരുടെ എക്സിസ്റ്റൻസിന് ദേ വാണ്ട് ടു ബി ഇൻ പവർ. അവർക്ക് അധികാരത്തിലിരിക്കണം. അധികാരത്തിലിരിക്കുമ്പോൾ
അവർ കുറെ പിപ്പിടി വിദ്യയും കുറെ ചെപ്പിടി വിദ്യയും എല്ലാം കാണിക്കുക. അത് ഏത് പാർട്ടിയാണേലും ഇതൊക്കെ തന്നെയാണ്. അവസാനം അനുഭവിക്കുന്ന ആരാണ്? ഇവിടുത്തെ കോമൺ മാൻ ആണ്. ഇവർക്ക് ഇതിനൊന്നും കൺസേൺ ഇല്ല. ഈ കൺസേൺ ഇല്ലാത്തതിന്റെ കാര്യം എന്താണ്? നമുക്ക് ഡെമോക്രസിയിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് വോട്ട് കിട്ടിയാൽ മതി അധികാരത്തിൽ കയറാൻ. അപ്പോൾ അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 വർഷം ആസ്വദിക്കുവാണ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കോമൺ മാൻ. നികുതിദായകന്റെ കാശിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാറണം. ജനങ്ങൾ പ്രബുദ്ധരാണിന്ന്. ജനങ്ങളെ പഴയ പോലൊന്നും പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഗുഡ് സർവീസ് എൻട്രിയുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൊടുക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ട് എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഡ്യൂട്ടിയാണ്. മുഖ്യമന്ത്രി പോകുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിനും മന്ത്രിസഭയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അത് ഡ്യൂട്ടിയാണ് തീർച്ചയായിട്ടും. നേരത്തെ ഒരു ഫുഡ് സർവീസ് എൻട്രി അനിൽകാന്ത് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നപ്പോൾ കൊടുത്തിരുന്നു. അത് 63 പേർക്ക് കൊടുത്തു. അതിൽ 25/1/2022 കൊടുത്തത്. അന്നത്തെ TK വിനോദ് കുമാർ IPS ADGP ഇന്റലിജൻസിന് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഓഫ് വർക്കിനകത്ത് എഴുതിയേക്കുന്നത് കളക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇന്റലിജൻസ് ഇൻ ദ സ്റ്റേറ്റ്. അത് വർഷങ്ങളായിട്ട് അദ്ദേഹം ADGP ഇന്റലിജൻസ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനകത്ത് 30 കിലോ സ്വർണമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. കസ്റ്റംസ് കമ്മീഷണർ പ്രിവെന്റീവിൻ്റെ റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊസീഡിങ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് 136 കിലോ സ്വർണം നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതെവിടാണ്? അതുപോലെ തന്നെ ഹൈക്കോടതി ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. ഈ എക്കണോമിയെ തകർക്കുവാണെങ്കിൽ UAPA വരും. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതൊന്നും കണ്ടുപിടിക്കാതെ എന്തായാലും ഈ പറയുന്ന കള്ളക്കടത്ത് നടത്തിയെന്ന് ഷോക്കോസ് നോട്ടീസ് എല്ലാം കൊടുത്ത് ഓടി ഓൾട്ടം പാട്ടം 2 പേരെയും കേട്ടിട്ട് അതിനകത്ത് ആൾക്കാരെല്ലാം കൊടുത്തിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് ആണ്. നമ്മൾ പഴയ കരിമണൽ മാതിരി ഒന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. സഫീഷ്യൻറ്റ് ടൈം കൊടുത്തിട്ടാണ് ആ ഓർഡർ ഇറങ്ങിയേക്കുന്നത്. ആ ഓർഡറിനകത്ത് ഇത്രയും സ്വർണം കണ്ടെത്താനുണ്ടെന്നും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫൈനും എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. ആ പ്രൊസീഡിങ്സ് എല്ലാം പിന്നെ സോഷ്യൽ മീഡിയയിലും അത് പബ്ലിക് ഡൊമൈനിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കണം. നമ്മുടെ എക്കണോമിയാണ് തകർക്കുന്നത്. എല്ലാ എയർപോർട്ടിലും ദിവസവും കള്ളക്കടത്താണ്. എന്തുകൊണ്ട് നമുക്ക് പഠിക്കുന്നില്ല? ഈ കള്ളക്കടത്ത് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് അത് പിന്നെ ഫെമ കേസിൻ്റെയും റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചാർജ്. എന്തുകൊണ്ട് നമ്മൾ ഇത് തടയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബെറ്റർ കള്ളക്കടത്ത് ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ കള്ളക്കടത്ത് കഴിയുമ്പം എന്ത് വരുന്നു? റിച്ച് ബിക്കമിങ് മോർ റിച്ച്, റിച്ച് ബിക്കം റിച്ചർ ആൻഡ് പുവർ ബിക്കം പുവറർ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് അവിടെ ക്രിയാത്മകമായ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ലതാണ്. അടുത്തത് ശ്രീ മനോജ് എബ്രഹാമിനും കൊടുത്തു. അദ്ദേഹം ഇന്ന് ADGP ആണ്. അദ്ദേഹമാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, ഈ ഗുഡ് സർവീസ് എൻട്രി എന്നുള്ളത്. സാറിലേക്ക് വരാം, ദയവായി തുടരുക.